നിങ്ങൾക്കെല്ലാം ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും കൂടിയാണ് കളിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് നന്നായി കളിക്കും, എൻ്റെ കുഞ്ഞും മിടുക്കനാണ്. എങ്കിൽ പോലും അവന് കുറച്ച് ശ്രദ്ധിക്കാതെ കുറച്ച് മിസ്റ്റേക്സൊക്കെ വരുത്തും. അവൻ കുറച്ച് പെട്ടെന്ന് തോൽപ്പിച്ച് കളയാം, ഏത് ടീമിനെ പെട്ടെന്ന് തോൽപ്പിക്കാം എന്ന് വിചാരിച്ച് അവൻ കരുക്കൾ നീക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു കളിക്കാരനാണെങ്കിൽ പോലും ഞങ്ങളുടെ മുന്നിൽ എപ്പോഴും തോറ്റു തരാൻ നോക്കും കേട്ടോ. അപ്പം ഞാൻ പറയും, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, എന്നാലല്ലേ നമുക്ക് കളി പഠിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ മുന്നിൽ അങ്ങനെ തോറ്റു തന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 2 to 4 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും ആൾക്ക് ഞങ്ങളതിനെ. നമുക്ക് ഞാനും മോനുമാണ് കളിക്കുന്നതെങ്കിൽ അവൻ എന്നെ തോൽപ്പിക്കും കേട്ടോ. എനിക്ക് നിയമങ്ങളെല്ലാം അറിയാം, എങ്കിലും ഞാൻ പെട്ടെന്ന് കുറച്ച് ശ്രദ്ധക്കുറവ് തന്നെ എനിക്കുമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ജയിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഇവർ അടിപൊളി കളിയാണ്, നന്നായി ചെയ്യുന്നുണ്ട്. മോനും അവൻ അച്ഛൻ്റെ പോലെ തന്നെ വൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധയോടെ കൂടി തന്നെയാണ് ഇവർ രണ്ടുപേരും കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കെല്ലാം ഈ ചെസ്സ് കളി ഇഷ്ടമാണോ? നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറ്? ഇത് മഴയായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെസ്സ് കളിക്കാനൊന്നും നിൽക്കില്ല. മഴ കൂടുതലായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇവർ മെയിനായിട്ട് ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഇങ്ങനെ ബോള് കളിക്കും. അതുപോലെ ഫോണിൽ കുറേ നേരം കളിക്കും കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ യൂസേജ് ഭയങ്കര കൂടുതലാണ്. ശരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറയും. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നിൻ്റെ കൂടെ കളിക്കില്ലെന്ന് പറയും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കാൻ, അവർക്ക് ഫോണാണെങ്കിൽ ഓക്കെ, അവരിങ്ങനെ ഇരുന്നൊക്കെ കളിക്കും. അല്ലാതെ ശരിക്കും അവർക്കിങ്ങനെ ഇരുന്ന് കളിക്കാൻ ഇഷ്ടമില്ല. അവർക്ക് ഒന്നിൽ ഇങ്ങനെ റോം ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം സൈക്കിളിൽ കറങ്ങാനും പിന്നെ ഇങ്ങനെ കടകളിൽ പോവുക, വ്യത്യസ്തമായ സംഭവങ്ങൾ കാണുക, അതൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ. അല്ലെങ്കിൽ ഫോണിൽ, ലാപ്ടോപ്പ്, അങ്ങനെ ഓരോ കളികളാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ഇപ്പം എൻ്റെ മോൻ ഒരു ചെസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. അപ്പം അതിൽ ഒരു 2 കളിയിൽ അവൻ ജയിച്ചു. പക്ഷേ ചാമ്പ്യൻ ആവാനൊന്നും പറ്റിയില്ല. ടോട്ടലായിട്ട് 6 കളിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 കളിയിൽ മാത്രമേ ജയിക്കാനേ പറ്റുള്ളൂ. എങ്കിൽ പോലും അത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവന് ഒരു 13 വയസ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവന് അണ്ടർ 17 ടീമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും അണ്ടർ 14 ഉണ്ടായിരുന്നു. അപ്പോൾ അത് അണ്ടർ 14 കിട്ടിയില്ല. അപ്പോൾ അണ്ടർ 17 ഇട്ടത്. എങ്കിലും അവൻ പിടിച്ച് നിന്നല്ലോ, 2 കളിയിലൊക്കെ ജയിച്ചല്ലോ. അത് വലിയ കാര്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ നിങ്ങളൊക്കെ എന്ത് കളിയിലാണ് സാധാരണയായി പങ്കെടുക്കാറ്? പണ്ടൊക്കെ എനിക്കറിയാം കുട്ടികളൊക്കെ പല കളികളായിരുന്നു അല്ലേ. ഇപ്പം അങ്ങനെയുള്ള പഴയ കളികളൊന്നുമില്ല. എനിക്കതിൻ്റെ പേരുകളൊന്നും അറിയില്ലെങ്കിൽ പോലും പഴയ ഒരുപാട് കളികൾ ഒക്കെ കുഞ്ഞുങ്ങൾ അതിലൊക്കെ കുഞ്ഞുങ്ങൾ എൻഗേജ് ആയിരുന്നു. ഇപ്പോൾ അതൊന്നും കുട്ടികൾക്ക് പോലും അറിയില്ല. കുട്ടിയും കോലും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനൊന്നും അതറിയില്ല. ഏറുപന്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയില്ല. ഇതൊക്കെ പണ്ടത്തെ കളികളായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കുട്ടിയും കോലും ഒന്നുമില്ല എങ്കിൽ പോലും ഏറുപന്ത് അങ്ങനെയുള്ള കുഞ്ഞു കളികളൊക്കെ, കസേര കളി അങ്ങനെയുള്ള കളികളൊക്കെ ഇപ്പോഴുണ്ട്. അതൊരു ഫെസ്റ്റിവൽ ടൈം മാത്രം ഒരു കോമ്പറ്റീഷനൊക്കെ പോലെ വെക്കും. അല്ലാതെ കുഞ്ഞുങ്ങളൊന്നും ഇത് പതിവ് കളികളാക്കി
ഞാനിതുവരെ കണ്ടിട്ടില്ല. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചായയും കട്ടൻ ചായ ആയാലും മതി. കട്ടൻ ചായയും പരിപ്പ് വടയും കപ്പലണ്ടിയും ഒക്കെ കഴിക്കാനായിട്ട് തോന്നും അല്ലേ? വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കാനൊന്നും ആരും ടൈം കണ്ടെത്താറില്ല. ഇപ്പം ഒരു 6 രൂപ അല്ലെങ്കിൽ 7 രൂപയൊക്കെ കൊടുത്താൽ പുറത്തുനിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വയറ് നിറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിക്കാം. സ്നാക്സ് പിന്നെ വയറ് നിറയ്ക്കാനല്ലല്ലോ അല്ലേ? നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചെയ്യാറ് കേട്ടോ. പുറത്തുനിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങും, കട്ടൻ ചായയും ആയിട്ട് കുടിക്കും. പിന്നെ മിക്സ്ചർ, ഇതൊക്കെയാണ് നമ്മുടെ സ്നാക്സ് കേട്ടോ. കളി ഏകദേശം അവസാനിക്കാറായ പോലെയാണ് തോന്നുന്നത്. ആര് വേണമെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ കളിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി അന്തിമമായി തോറ്റിരിക്കുകയാണ്.